പ്രിയപ്പെട്ട രേഖയ്ക്ക് സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ. ഇത് ശരിക്കും ആ മാറ്റം, ആ പറച്ചിൽ അത് മമ്മൂക്കയുടെ കയ്യിൽ നിന്നും തന്നെ വന്നതായിരുന്നു. അത് ഉണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു. 2025 ഈ സിനിമയിൽ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ചടിക്കുമ്പോൾ ഞാൻ നേരെ പോയിട്ട് മമ്മൂക്ക അടുത്ത് വന്ന് നമുക്ക് ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന സംഭവമാണ് പറയേണ്ടതെന്ന്. മമ്മൂക്ക അങ്ങനെ ഡബ് ചെയ്തു. ഇത് പെട്ടെന്ന് ആരോചേട്ടൻ്റെ കോൾ വന്നു. അപ്പോൾ മമ്മൂക്കയായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നു. നാളെ രാവിലെ വീണ്ടും ഒന്ന് വരണം, ഡബ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. രേഖ മമ്മൂട്ടി ചേട്ടൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ കത്ത് കൊടുക്കുന്ന സമയത്ത് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പടത്തിന്റെ വിജയത്തോളം തന്നെ സ്വീകാര്യത മമ്മൂട്ടി ചേട്ടനും കിട്ടിയിട്ടുണ്ട്. ജഡ്ജ്മെന്റ് ആണ് അതില്. അതെ അതെ, ഭയങ്കരമായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് സ്റ്റാർ എന്നുള്ള രീതിയിലേക്കൊക്കെ വിശേഷം കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ശരിക്കും പഴയ നടൊരു ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണോ കാരണം? അല്ലെങ്കിൽ ഈ ഫ്ലാഷ് ബാക്കിലൂടെ ഭയങ്കരമായിട്ട് നന്നായി ചെയ്യുന്നു? രണ്ട് കാരണമാണ്. അതായത് ഇപ്പോൾ നേര് കണ്ട സമയത്താണ് ഞാൻ ഈ പറയുന്ന രേഖ അനശ്വരയാണെന്നുള്ള സംഭവം തീരുമാനിക്കുന്നത്. രേഖാചിത്രത്തിൽ രേഖയെ ഷോൾഡർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ചലഞ്ചാണ്. അവള് മറ്റേ സ്റ്റേജിൽ വന്ന് നിന്ന് ഈ പറയുന്ന മമ്മൂക്കയെ നോക്കുന്ന ഒരു ഷോട്ടിൽ ഒരു എക്സ്പ്രഷൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ടേക്കാണ്. രേഖ അപ്പം തന്നെ കൺഫേം ഭയങ്കര അവള് രേഖയായി എന്ന് പറയുന്ന സംഭവം ഞാൻ എന്താണ് കണ്ട വിശ്വാസം അത് ഭയങ്കരമായിട്ട് നടപ്പിലായി. ശരിക്കും സിനിമ കണ്ടു കഴിഞ്ഞ് നന്ദി മമ്മൂക്ക എന്ന് പറയുന്നിടത്ത് കിട്ടുന്ന ഒരു ഫീൽ അല്ല, ഞാൻ ആ നന്ദി എല്ലായിടത്തും വളരെ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. ഞാൻ അവരെ വിളിക്കുന്ന പോലെയാണ് ഞാൻ അതിൽ എല്ലാവർക്കും നന്ദി കണ്ടു. അപ്പോൾ ഞാൻ മമ്മൂക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നന്ദി കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടി എന്നല്ല, മമ്മൂക്ക എന്നാണ്, കമൽ സാർ എന്നാണ്. അന്വേഷണാത്മക ചലച്ചിത്ര പ്രവർത്തനത്തിൽ കഥ പറച്ചിലിൻ്റെ ആവർത്തന വിരസത ഒട്ടുമില്ലാതെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന, പ്രീതിപ്പെടുത്തുന്ന ഒരു ചിത്രത്തിൻ്റെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ് രേഖാചിത്രം. ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഓപ്പൺ മൈക്ക് വിത്ത് റോഹനിലൂടെ കൂടെ ചേരുന്നു അമരക്കാരൻ ജോഫിൻ ടി ചാക്കോ. നമസ്കാരം. 3 വർഷം മുമ്പാണ് ഏകദേശം കാണുന്നത് ഇതുപോലൊരു മുഖാമുഖം ഇരിക്കുന്നത്. 4 വർഷമായി. ഇപ്പോൾ 21 ആയിരുന്നു, പക്ഷേ അതിന് മുമ്പായിട്ട് ഇപ്പോൾ 25 തുടക്കം 4 വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അന്ന് നവാഗതനായിട്ടുള്ള സംവിധായകൻ്റെ ചിത്രമാണെങ്കിൽ പോലും അന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടി മഞ്ജു വാര്യർ ആദ്യമായി ഒന്നിക്കുന്നു എന്നുള്ള രീതിയിലേക്കായിരുന്നു. പക്ഷേ ആ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ചർച്ചയായതും അല്ലെങ്കിൽ ആ നോട്ടം മുഴുവൻ പോയതും നവാഗതനായ സംവിധായകനിലേക്കാണ്. 3 വർഷത്തിന് ശേഷം തിരികെ എത്തുമ്പോൾ പക്ഷേ അടുത്തൊരു ചിത്രത്തിന് അതിന് മുമ്പ് തന്നെ മമ്മൂട്ടി എന്നൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും, ആസിഫ് അലി അങ്ങനെ കുറേ താരനിര ഉണ്ടെങ്കിൽ പോലും ജോഫിൻ ടി ചാക്കോ എന്നൊരു സംവിധാനം ഭയങ്കര പ്രതീക്ഷ നൽകിയിട്ടുണ്ട് പ്രേക്ഷകനോളം. ഈ ഒരു മാറ്റം ആത്മവിശ്വാസത്തിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു സംവിധായക നിലയിൽ? അല്ല, അങ്ങനെ എനിക്ക് അതിനെ എന്താ പറയുക, ഒരു പ്രീസ്റ്റ് ഇപ്പോൾ തിയേറ്ററിൽ വലിയ വിജയമായി. പ്രത്യേകിച്ച് കൊറോണ സമയത്ത് പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയ ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേർക്ക് എതിരഭിപ്രായമുള്ള സിനിമയൊക്കെ തന്നെയാണ് പ്രീസ്റ്റ്. അപ്പോൾ എന്നിലൊരു അങ്ങനെ ഒരു ഭാരമുണ്ടെന്നും ഞാൻ ഒട്ടും അങ്ങനെ ആരെങ്കിലും എന്നെ ഭയങ്കര പ്രതീക്ഷിക്കുന്നതെന്നോ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ആൾക്കാർ കാത്തിരിക്കുന്നതെന്നും ഞാൻ ഒട്ടും അങ്ങനെ വിചാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല, വിചാരിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ എനിക്കതൊരു അങ്ങനെ ഒരു ബാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത സിനിമ എന്ന് പറയുന്ന സമയത്ത്. അടുത്ത സിനിമ എൻ്റെ മാത്രം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഈ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യ സിനിമ എല്ലാവർക്കും ഒരു അവസരം കിട്ടും, പലർക്കും അവസരം കിട്ടും. അത് രണ്ടാമത്തെ സിനിമയാവുന്ന സമയത്താണ് അതിനെ കൂടുതൽ വിലയിരുത്തപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംവിധായക നിലയിൽ എന്നെ കൂടുതൽ ആൾക്കാർ വിലയിരുത്താൻ പോകുന്നത് രണ്ടാമത്തെ സിനിമയിലാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ദീർഘവീക്ഷണം വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘവീക്ഷണമൊന്നുമല്ല, ഇതൊരു ഒരു നോർമൽ പരിപാടി. ഇപ്പം എൻ്റെ അടുത്ത് സ്ഥിരം ആൻഡ്രോ ചേട്ടനൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ സിനിമയാണ് എല്ലാവരും വിലയിരുത്താൻ പോകുന്ന സിനിമ സംവിധായക നിലയിൽ. ആദ്യ സിനിമയ്ക്ക് എല്ലാവരും ഒരു നവാഗതൻ എന്ന് പറയുന്ന ഒരു പരിഗണന അതിലെ കുറവുകൾക്കൊക്കെ തരും. പക്ഷേ രണ്ടാമത്തെ സിനിമ വരുന്ന സമയത്ത് അത്തരത്തിലൊരു പരിഗണന ഉണ്ടാവില്ല എന്നുള്ളതാണ് എല്ലാവരും പറയാറ്. അപ്പോൾ അത് രണ്ടാമത്തെ സിനിമ വരുന്ന സമയത്ത് ഈ രണ്ടാമത്തെ സിനിമയുടേതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമ ഒന്ന് നടത്തിയെടുക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. ഈ ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഒപ്പം തന്നെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, മമ്മൂക്ക എസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ളത്. പക്ഷേ ഈ എസ് പറയാൻ പ്രേരിപ്പിച്ചത് ആക്ച്വലി പ്രീസ്റ്റിൻ്റെ വിജയം കൂടിയായിരുന്നു. ആ ഒരു വിശ്വാസം എനിക്കങ്ങനെ അറിയില്ല. മമ്മൂക്കയുടെ അടുത്ത് ഇപ്പോഴൊന്ന് പ്രീസ്റ്റ് കഴിഞ്ഞ ശേഷവും എനിക്കൊരു പോയി സംസാരിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ആ വീട്ടിൽ പോവുക, മലയാളത്തിലെ ഏറ്റവും വലിയൊരു താരത്തിൻ്റെ അടുത്ത് അങ്ങനെ പോയിട്ടൊരു അടുത്തൊരു സംഭവം പറയാൻ പറ്റുക, അവിടെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് പ്രീസ്റ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത്
അത് പ്രീസ്റ്റ് തന്നൊരു ഗുണമാണ്. എനിക്ക് ആ പകർത്തി എഴുതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ചോദിക്കാതെ, കാരണം സിനിമയുടെ സമയത്ത് തന്നെ ജോഫിൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ശരിക്കും മനസ്സിൽ കണ്ട ഒരു ക്ലൈമാക്സ് ഇതല്ലായിരുന്നു, അതിൽ മമ്മൂക്കയുടെ കൂട്ടിച്ചേർത്തലുണ്ട്, മമ്മൂക്ക ഒരു സജഷൻ പറഞ്ഞു, അത് ശരിക്കും എന്തായിരുന്നു? ശരിക്കും ക്ലൈമാക്സ് അല്ല, ക്ലൈമാക്സിന് മുമ്പുള്ള ജഗദീഷ് ഷെട്ടിൻ്റെ എപ്പിസോഡ്, ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു. ജഗദീഷ് ഷെട്ടിൻ്റെ എപ്പിസോഡിന് മുമ്പ് വേറൊരു വേർഷനായിരുന്നു. അപ്പോൾ അത് വന്ന സമയത്ത് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇങ്ങനൊരു സംഭവം റിയൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മമ്മൂക്ക പറഞ്ഞൊരു സജഷൻ എന്നാണ് ജഗദീഷ് ഷെട്ടിൻ്റെ എപ്പിസോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ പക്ഷെ അത് മമ്മൂക്ക പറഞ്ഞ എപ്പിസോഡ് ഇപ്പോൾ ഇന്നലെ എന്താണെന്നുള്ളത് ഇന്നലത്തെ മീറ്റിൽ സംസാരിച്ചു. പക്ഷേ അതിനെ നമ്മൾ നമ്മുടെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജഗദീഷ് ഷെട്ടിൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായ സംഭവമല്ല അത്, നമ്മൾ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കഥയ്ക്ക് ആവശ്യമായിട്ട് അതിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് അന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞ് മമ്മൂട്ടി ചേട്ടൻ പറഞ്ഞ ശരിക്കും എന്തായിരുന്നു ഒരു വാക്കുകൾ എന്തായിരുന്നു? നമുക്ക് ഇഷ്ടമായി, ഓക്കെ ആയിരുന്നു. നമുക്കതിനെ അങ്ങനെ കാണിച്ചിട്ടാണ് ഞാൻ ഈ സിനിമയുടെ എയുടെ കാര്യങ്ങളൊക്കെ കാണിച്ച് എങ്ങനെയാണ് വരാൻ പോകുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് അത് പെർമിഷൻ എടുത്തത്. പുള്ളി ഹാപ്പി ആയിരുന്നു. ഈ AI പോലെയുള്ള ഇപ്പോൾ ടെക്നിക്കലി വശങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴും ഇതിന് കുറേയേറെ സമാനമായിട്ട് കുറേ ചിത്രങ്ങളിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നൊരു ഏരിയ കൂടിയാണ് ശരിക്കും. AI ആണെങ്കിൽ CGI ഡീൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും. പക്ഷേ ഇവിടെ മമ്മൂക്കയുടെ എന്നുള്ള രീതിയിലേക്ക് വളരെ ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും ആദ്യത്തെ പ്ലാനിൽ അങ്ങനെ തന്നെയായിരുന്നോ? അതിൽ നിന്നൊരു പ്ലാൻ മാറിപ്പോകരുത്, അത് പാളിച്ച് പറ്റരുത് എന്നൊരു അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2018 നമ്മൾ ഈ കഥ ആലോചിക്കുന്ന സമയത്തൊന്നും AI ഇല്ല. 21 മമ്മൂക്കയുടെ കഥ പറയുമ്പോഴും AI ഇല്ല. പിന്നീടാണത് ഈ സമയം എടുത്തത് ഈ സിനിമയ്ക്ക് നന്നായി വന്നത് ആ എപ്പിസോഡിലാണ്. കാരണം ഈ അടുത്ത കാലത്താണ് AI വന്നതും AI നമ്മൾ ഇതാക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പല സിനിമകളിലും ഭയങ്കര മോശമായിട്ട് വന്നു എന്ന് പറയുമ്പോഴും ആ സിനിമകളിലൊക്കെ അവർ ഡയലോഗ് പറയലും അത്തരം എക്സ്പ്രഷൻസ് ഹാൻഡിൽ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടെക്നോളജി അത്രത്തോളം വികസിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇനിയും ഓരോ ദിവസങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടവർക്കറിയാം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലും ഭയങ്കര ചലഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന ആംഗിൾസ് പോലും, അതിൽ ഈ പറയുന്ന ആ ഒബ്ജക്റ്റ്, ആ പറയുന്ന ആൾ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര കുറേ പറയുന്ന AI കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ ആൻഡ്രൂ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള VFX സൂപ്പർവൈസർ അവരുടെ ടീം ഒന്ന് സെറ്റിൽ തന്നിട്ട് നമ്മൾ ഷോട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവരും കൂടി നിന്ന് എങ്ങനെ ഷോട്ട് എടുക്കണം എന്ന് തീരുമാനിച്ച് AI നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഷോട്ടുകൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ഷോട്ട്, 8-10 ഷോട്ടാണ് നമുക്ക് ആകെ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മൊത്തം 14 ഷോട്ട് എന്തുണ്ടായിരുന്നു, അതിൽ 4 ഷോട്ട് എന്തോ കട്ടായി പോയി, 10 ഷോട്ട് വെച്ചിരിക്കും. 4 ഷോട്ട് നമുക്ക് വർക്കായില്ല. അപ്പോൾ അതിൽ വർക്കായില്ല, 80% വർക്കായതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് 100% ആണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കാണുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് 14 ഷോട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. 14 ഷോട്ടാണ് നമ്മൾ സിനിമയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഫൈനൽ ഔട്ട് വന്ന സമയത്ത് 10 ഷോട്ടാണ് ഉള്ളതാണ്. ശരിക്കും പല പടങ്ങളിലും മുമ്പാണെങ്കിലും മമ്മൂക്കയുടെ വോയിസിൽ നരേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കഥ പറയുന്ന രീതി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ തന്നെ ആ പേരും അല്ലെങ്കിൽ ആ ശബ്ദവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശരിക്കും സിനിമയ്ക്ക് ശേഷം ചർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ വൈറലായിട്ടൊരു വീഡിയോ ഉണ്ട്. പ്രിയപ്പെട്ട രേഖയ്ക്ക് പ്രിയപ്പെട്ട രേഖയ്ക്ക് സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ. ഇത് ശരിക്കും ആ മാറ്റം, ആ പറച്ചിൽ അത് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് തന്നെ വന്നതായിരുന്നു. അത് ഉണ്ട് അതിൽ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ കണ്ടതിൽ നിന്ന് മാറി അത് ശരിക്കും. അത് ആക്ച്വലി ഇന്നലെ ആസിക്ക് പറഞ്ഞു. അത് ഈ സിനിമയിൽ രേഖ മമ്മൂട്ടിച്ചേട്ടൻ എന്നാണ് പറയുന്നത്. മറ്റേ ജഗദീഷേട്ടൻ്റെ എപ്പിസോഡിലൊക്കെ മമ്മൂട്ടിച്ചേട്ടൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് മൊത്തത്തിൽ. പക്ഷേ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു. 2025 ഈ സിനിമയിൽ മമ്മൂട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ച് അടിക്കുമോ എന്ന് പറയുന്നൊരു പേടി എനിക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരെ പോയിട്ട് മമ്മൂക്ക അടുത്ത് വന്ന് ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന സംഭവമാണ് പറയേണ്ടതെന്ന്. മമ്മൂക്ക അങ്ങനെ ഡബ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അന്ന് ഡബ് ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ റൈഫിൾ ക്ലബ്ബ് റിലീസായ ദിവസം. അപ്പം ഞാൻ രാത്രി പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആലോചനൻ്റെ കോൾ വന്നു. അപ്പോൾ മമ്മൂക്കയായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നത്. നാളെ രാവിലെ വീണ്ടും ഒന്ന് വരണം, ഡബ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക അന്ന് മറ്റേ മഹേഷ് സാരാൻ്റെ പടത്തിന് വേണ്ടിയിട്ട് രാവിലെ 7 മണിക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങും. ഫ്ലൈറ്റ് രാവിലെയാണ്. അപ്പോൾ എനിക്ക് തോന്നി 6 മണിയാകുമ്പോഴേക്കും എത്തണം. എനിക്ക് 7 മണിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടതാണ്, 6 മണിയാകുമ്പോഴേക്കും എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ
അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഞാൻ JD നെയൊക്കെ വിളിച്ച് വീണ്ടും അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഡബ് ചെയ്യാനുള്ള ഒരു സിംഗ് സൗണ്ടിൻ്റെ ഒരു ഇതുണ്ട്, അത് ഓൾറെഡി തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ JD അത് വീണ്ടും അറേഞ്ച് ചെയ്ത് ഞങ്ങളങ്ങനെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 6 മണിക്ക് പോകുന്ന സമയത്ത് നമുക്ക് എൻ്റെ തോന്നും ഈ സിനിമയിൽ മൊത്തം, അപ്പോൾ നമുക്ക് ഈ സീൻസ് മൊത്തം അറിയാം, രേഖ മമ്മൂട്ടിച്ചേട്ടൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ കത്ത് കൊടുക്കുന്ന സമയത്ത് മമ്മൂട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നമുക്കത് ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ സാധനം ഇങ്ങനെ ക്രിഞ്ചായി പോകുമോ ക്ലൈമാക്സിൽ എന്ന് പറയുന്നൊരു പേടിയുണ്ട്. ഒരിക്കലും ഇല്ല, അത് രേഖയും ഇതും തമ്മിലുള്ള കണക്ഷനാണ്. മമ്മൂട്ടിച്ചേട്ടൻ എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് പിറ്റേ ദിവസമാണ് മമ്മൂട്ടിച്ചേട്ടൻ എന്നുള്ളത് ഡബ് ചെയ്ത്. പക്ഷെ അത് അതിന് കിട്ടിയൊരു പൂർണ്ണത ഭയങ്കര, അത് ഇപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചത് വരും മണ്ടത്തരമാണ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എൻ്റെ കയ്യിൽ മമ്മൂക്ക് ഡബ് ചെയ്ത് 2 ഉണ്ട്. ഈ പറയുന്ന സ്നേഹവും മമ്മൂട്ടി എന്നുള്ളതുകൊണ്ട് മമ്മൂട്ടിച്ചേട്ടൻ എന്നുള്ളതുണ്ട്. അത് ഞാൻ മിക്സിൽ കുറേ വട്ടം കണ്ടിട്ടാണ് അതിലൊരു എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് മമ്മൂട്ടിച്ചേട്ടൻ എന്ന് മമ്മൂക്ക പറയുന്ന സമയത്ത് എങ്ങനെ അത് ചിലപ്പോൾ അത് ഇതാകുമോ എന്നുള്ളത് ഞാൻ മിക്സിൽ പലവട്ടം കണ്ട ശേഷമാണ് ഞാനത് 3-4 ഞാൻ അധികം ആൾക്കാരെ സിനിമ കാണിച്ചിട്ടില്ല. എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമുള്ള ആളല്ല. ഒരുപാട് പേരെ സിനിമ കാണിച്ച് അഭിപ്രായം എടുക്കുക എന്ന് പറയുന്ന സംഭവം എനിക്ക് അത്ര താല്പര്യമുള്ള സംഭവമല്ല. പക്ഷെ എൻ്റെ ടീമിൽ തന്നെ ഉള്ളവരെ ഞാൻ ഒന്നും കൂടി സിനിമ കാണിച്ചിട്ട് അത് കൺഫേം ഇത് മമ്മൂട്ടിച്ചേട്ടൻ തന്നെയാണോ ഓക്കെ ആണോ എന്ന സംഭവം. ഈ പറഞ്ഞ ഇത്തരത്തിലൊരു വിമർശനം ഈ സിനിമയ്ക്ക് വരുമോ എന്നുള്ളൊരു ചെറിയ പേടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിച്ചേട്ടൻ ഇപ്പോൾ പറയുമ്പോൾ മമ്മൂക്ക പറയുമോ എന്നുള്ള സമകാല വിഷയമായിട്ട് ബന്ധപ്പെടുക്കോ എല്ലാത്തിനും അനാവശ്യ ചർച്ചകൾ. അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് എല്ലാവർക്കും അത് പടത്തിന്റെ വിജയത്തോളം തന്നെ സ്വീകാര്യത മമ്മൂട്ടിച്ചേട്ടനും കിട്ടിയിട്ടുണ്ട്. ജഡ്ജ്മെന്റ് ആണ് അതില് ഭയങ്കരമായിട്ടുള്ള സംഭവം ഉണ്ടെന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റിലാണെങ്കിൽ പോലും അല്ലെ, അത് ആ സിനിമയ്ക്ക് കൊടുത്ത പൂർണ്ണത ഭയങ്കര ഇതാണ്. കാരണം അതുവരെ കണക്ട് ചെയ്തിട്ട് മമ്മൂട്ടി ചേട്ടനിലാണെങ്കിൽ രേഖ പോകുന്നു സിനിമ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് സിനിമ പറഞ്ഞ് അവസാനിക്കുന്നതും ആ ഒരു പോയിന്റ് വരുമ്പോൾ കിട്ടുന്ന ചെറിയൊരു വാക്കുള്ളൂ, പക്ഷെ അതിൽ കിട്ടുന്ന പൂർണ്ണത വളരെ വലുതായിരുന്നു. തിയേറ്ററിൽ നിന്ന് ഫീൽ ചെയ്യുമ്പോഴും ഭയങ്കര മിക്സിങ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് തന്നെയാണ് വേണ്ടത്, ഫൈനൽ തന്നെയാണ്. ശരിക്കും അങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ട് എന്തായിരുന്നു, കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ ഡബ് ചെയ്യുമ്പോഴും ഇത് വരുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഓഡിയൻസ് ഒരു സൈഡിൽ എങ്ങനെ എടുക്കുന്നു നോക്കണം, നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അപ്പൊ ശരിക്കും സംവിധാന നിലയിൽ എങ്ങനെയായിരുന്നു ശരിക്കും അത് എഴുതി കാണിച്ച അല്ലെങ്കിൽ ആ വോയിസ് വന്ന് കഴിയുമ്പോൾ ഫീൽ ചെയ്തത്? അല്ല, എനിക്ക് ഇപ്പം നീ പറയാലോ, അതായത് ഞങ്ങൾ മിക്സിങ്ങിൽ ഈ സിനിമ കാണുന്ന സമയത്ത് ഞാൻ 2-3 ദിവസം ബ്രേക്ക് എടുത്തിട്ട്, ഫൈനൽ മിക്സിന് മുമ്പ് 2-3 ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഞാനും ഇതിൻ്റെ റൈറ്റേഴ്സും ഞങ്ങൾ 3-4 പേര് ഒറ്റയ്ക്കിരുന്ന് സിനിമ കണ്ടു. അപ്പോൾ എനിക്ക് കുറേ ഇത് വർക്കാവും, കുറേ കൺഫ്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടും വരുമല്ലോ, പല സ്ഥലങ്ങളിൽ വർക്കാവുമല്ലോ എന്നുള്ള സാധനം. അത് കഴിഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് കുറേ എപ്പിസോഡ് എനിക്ക് ഭയങ്കര പേഴ്സണലി വർക്കാവും. അപ്പോൾ രാമു, ഇതിൻ്റെ കഥ എഴുതിയ രാമു കുറേ കാലം ശേഷമാണ് സിനിമ കാണുന്നത്. അവൻ ഫസ്റ്റ് കട്ട് കണ്ടിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും ഫൈനൽ വേർഷനാണ് അവൻ കാണുന്നത്. അപ്പോൾ അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഭയങ്കര രസമുണ്ട്, സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിച്ച സാധനം വർക്കായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ സംവിധാനം ജോഫിൻ ടി ചാക്കോ എന്നായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമുവാണ് അത് പറയുന്നത്, അവിടെ ഒരു ജോഫിൻ ടി ചാക്കോ ചിത്രം എന്ന് വെക്കണം എന്ന് പറയുന്നത്. അത് വെക്കാനൊരു ഫസ്റ്റ് എനിക്കൊരു വെക്കണോ, അതൊരു കോൺഫിഡൻസ് കുറവ്, എനിക്ക് അങ്ങനെ വെക്കണമെന്ന് വെച്ചപ്പോൾ അല്ല, ഈ സിനിമയ്ക്ക് അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ രാമു പറഞ്ഞു രണ്ടാമത് ലാസ്റ്റ് ദിവസം, അത് ഔട്ട് കൊടുക്കുന്ന ലാസ്റ്റ് ദിവസമാണ് അവിടെ ഒരു ജോഫിൻ ടി ചാക്കോ ചിത്രം എന്ന് പറഞ്ഞ് വെച്ചത്. അത് ഇപ്പൊ തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ച് പോയേനെ എന്നുള്ളത്. ഈ ശരിക്കും ഈ കുറേ അധികം സിനിമകൾ അങ്ങനെ 2-3 ചിത്രങ്ങളിലാണെങ്കിൽ പോലും ഇതിന് മുൻപ് അനശ്വര ശരിക്കൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റാർ എന്നുള്ള രീതിയിലേക്കൊക്കെ വിശേഷണം കിട്ടിയോണ്ടുണ്ട്. ഇത്തരത്തിലൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ശരിക്കും പഴയ നടൊരു ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണോ കാരണം, അല്ലെങ്കിൽ ഈ ഫ്ലാഷ് ബാക്കിലൂടെ ഭയങ്കരമായിട്ട് നന്നായി ചെയ്യുന്നു? രണ്ട് കാരണമാണ്. അതായത് ഇപ്പോൾ നേര് കണ്ട സമയത്താണ് ഞാൻ ഈ പറയുന്ന രേഖ അനശ്വരയാണെന്നുള്ള സംഭവം തീരുമാനിക്കുന്നത്. ഓക്കെ, ആ ക്യാരക്ടർ അതിനു മുമ്പ് ഇപ്പം എൻ്റെ ഇൻസ്റ്റ നോക്കി കാണാൻ പറ്റും, നേരിനൊക്കെ കുറച്ച് 2-3 മാസം മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല പുതിയ ആൾക്കാർ വന്നു, അവർ കുറേ പേരെ പെർഫോം ചെയ്യിപ്പിച്ച് നോക്കി. അപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്കിത് കൺവിൻസ്ഡ് ആവുന്നില്ല. ഇപ്പം രേഖാചിത്രത്തിൽ രേഖയെ ഷോൾഡർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ചലഞ്ചാണ്. അതെനിക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനായി. ഇപ്പം പുതിയ ആളെ വെച്ചത് വർക്കൗട്ട് ആവുമോ, പിന്നീട് ഞാൻ പല ആൾക്കാരെ നോക്കാൻ തുടങ്ങി എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ആ ക്രിസ്മസ് സമയത്ത് നേര് കണ്ട സമയത്താണ് ഇത് അനശ്വരയാണ് കൺഫേം ആയിട്ട് ആ സംഭവം ചെയ്യേണ്ടത് എന്നുള്ള സംഭവം വരുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ സിനിമയാണ് ഈ പറയുന്ന ഓസ്ലർ. ആ ടീം ഇപ്പോൾ ജോൺ അതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്.
മിഥുനേട്ടൻ്റെ സിനിമയാണ്. അപ്പോൾ ഓസ്ലറിലും സമാനമായ ഒരു വേഷം അനശ്വര ചെയ്യുന്നതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ അനശ്വരെ കാസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള സംഭവം ആദ്യം തീരുമാനിക്കുന്നത്. പക്ഷെ നേര് കണ്ട സമയത്ത് ഇത് അനശ്വര തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എടുക്കുകയും പിന്നെയാണ് അനശ്വരോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സംഭവം ആദ്യത്തെ ചിന്തകളിൽ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഓസ്ലറിലും ഒരു ഫ്ലാഷ് ബാക്കിൽ വരുന്നു, അപ്പോൾ അത് പ്രശ്നമാകുമോ എന്നൊക്കെ ആദ്യം നമ്മൾ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷെ ആ തോന്നൽ വെറുതെ ഒരു മണ്ടത്തരമാണെന്നുള്ളത് പിന്നെ എനിക്ക് ഒരു പോയിന്റ് അത് നമുക്ക് ആദ്യം ഒരു ടോക്കിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ക്യാരക്ടറിന് പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പക്ഷേ ഇതിങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് ശരിക്കും ഒരു പുതുമുഖം വരികയാണെങ്കിൽ ഒരു അതിനും ഒരു പുതുമുഖം ഉണ്ടാവും അങ്ങനെ ചിന്ത പോയതായിരുന്നു ആദ്യം, എന്നിട്ടാണ് അങ്ങനെ ചിന്ത പോയിട്ടുണ്ടായിരുന്നു. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു ഒരാള് വരുന്നു എന്നുള്ള സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടവർക്കറിയാൻ ഭയങ്കര അപ്പോൾ അങ്ങനെ ഷോൾഡർ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എങ്ങാനും പാളിക്കഴിഞ്ഞ സിനിമ നിൽക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു റിസ്ക് ഞാൻ എടുത്തില്ല എന്നുള്ളതാണ്. എനിക്കത് അനശ്വരയിൽ ഭയങ്കര സേഫ് ആയിരുന്നു ആ ക്യാരക്ടർ. ഭയങ്കര രേഖ എന്ന് പറയുന്നത് അനശ്വരത് ഗംഭീരമായിട്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവം ഒരുപാട് സമയമെടുത്ത് ഷൂട്ട് ചെയ്ത എപ്പിസോഡ്സ് അല്ല അതൊന്നും. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്പീഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണത്. അപ്പോൾ അനശ്വര ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്കതും ഫസ്റ്റ് ടേക്കാണ്. ആ മറ്റേ ആ സ്റ്റേജിലേക്ക് ഓടിക്കയറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഷൂട്ട് തുടങ്ങി നമുക്ക് അനശ്വരയുടെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് തുടങ്ങി ഒരു ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം ഷൂട്ട് ചെയ്ത ഒരു എപ്പിസോഡാണത്. അന്ന് ഫസ്റ്റ് ടേക്കിലാണ് ആ സംഭവം ഓടിക്കയറുന്ന ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര രേഖ അപ്പം തന്നെ കൺഫേം ഭയങ്കര അവള് രേഖയായി എന്ന് പറയുന്ന സംഭവം ഞാൻ എന്താണ് കണ്ട വിശ്വാസം അത് ഭയങ്കരമായിട്ട് അവള് മറ്റേ സ്റ്റേജിൽ വന്ന് നിന്ന് ഈ പറയുന്ന മമ്മൂക്കയെ നോക്കുന്ന ഒരു ഷോട്ടിൽ ഒരു എക്സ്പ്രഷൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ടേക്കാണ്. അന്നിപ്പോൾ ആ കാലഘട്ടത്തിലാണെങ്കിൽ 40 വർഷം ഗ്യാപ്പ് ഉണ്ട്. ഈ ആർട്ടിസ്റ്റുകൾ ലൊക്കേഷനിൽ ബിഹേവ് ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കും അല്ലേ, അവർ ഇപ്പം മാറ്റണ്ടാവും. ശരിക്കും അങ്ങനത്തെ ഒരു റെഫറൻസ് സജഷനോ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ പെരുമാറുന്നത്? കാരണം ചില ആക്ഷൻ കട്ടിനിടയ്ക്കുള്ള സീൻസ് മാത്രമല്ല, ഇവർ ഇത് കഴിഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണെന്നും കാണിക്കുന്നുണ്ട്. ശരിക്കും അത് നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ആർട്ടിസ്റ്റിനോടും എൻ്റെ ഒരു വേർഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ജോൺ മന്ത്രിക്കൽ എന്ന് പറയുന്ന റൈറ്റർ ഫുൾ ടൈം ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ജോൺ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് അവരോട് ഒരുപാട് നേരം സംസാരിക്കും. ഈ പറയുന്ന അനശ്വരയുടെ കേസിൽ അത്രത്തോളം തോമസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് അവർക്ക് മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ ഒരുപാട് സമയം ജോൺ മേഘയോടൊപ്പം സ്ക്രിപ്റ്റ് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാലഘട്ടത്തിൽ ചെയ്ത വേഷം ശരിക്കും മേഘ തോമസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ശരിക്കും ആ ഒരു മാറ്റം കൊണ്ട് ബാക്കി എല്ലാവർക്കും രണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് പേരെ വേണമെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ മേഘ തോമസിന്റെ നമ്മുടെ ഫ്ലാഷ് ബാക്ക് എടുക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി വേറെയാണ്. അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വേറൊരാളെ കൊണ്ടുവന്നിട്ട് അത് മാച്ച് ചെയ്ത് ഇതാക്കാൻ എനിക്കത് വർക്കൗട്ട് ആവുമെന്ന് ഫീൽ ചെയ്തില്ല. അപ്പോൾ മേഘ തോമസിനെ നമ്മൾ കാസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ഇവർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങോട്ട് സെറ്റ് ആവില്ല. അവരുടെ മൊത്തത്തിലുള്ള രീതികളും സംസാര രീതിയും അവരൊരു പ്രോപ്പർ മലയാളിയല്ല. അപ്പോൾ എനിക്കൊരു വേറെ രീതിയിൽ അവരെ കൊണ്ട് മലയാളം പറയിപ്പിച്ച് അത് വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് വീക്കായി പോകും എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് മേഘ തോമസിന് അവിടെ വരുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് അതെ എനിക്ക് അവിടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് വന്നുകൊണ്ട് റോണക്സിനെ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തു. അപ്പോൾ റോണക്സ് ഞാൻ സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഈ രണ്ട് കാലഘട്ടവും അവരെ കൊണ്ട് ചെയ്തു. ശരി, ഈ രണ്ട് കാലഘട്ടത്തിൽ കണക്ട് ചെയ്യുന്ന ഏകതാരം ബാക്കി എല്ലാവരും കുറെ ആയിട്ടും പല കാസ്റ്റ് മക്കളെ വരെ അഭിനയിപ്പിച്ച് ഒരുപാട് എഫേർട്ട് എടുത്തു. മേഘ ഭയങ്കര എഫേർട്ട് എടുത്തു. പ്രത്യേകിച്ച് ഡബിങ്ങിന്റെ സമയത്ത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ടൈം ഡബ് ചെയ്തിരിക്കുന്നത് മേഘയാണ്. മേഘ ഒരുപാട് സംഭവിക്കുന്നു. 5-8 ദിവസം മേഘ ഡബ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഭയങ്കര എഫേർട്ട് എടുത്തതാണ്. ഈ പലപ്പോഴും ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ശരിക്കും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആരൊക്കെയാണോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ശേഷം അതിനിടയിൽ ആരാണെന്നൊന്നും പ്രഷർ കാത്തിരിക്കാറില്ല സത്യത്തിൽ. പക്ഷേ ശരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നന്ദി മമ്മൂക്ക എന്ന് പറയുന്നിടത്ത് കിട്ടുന്നൊരു ഫീൽ എനിക്കൊന്ന് സിനിമ നിങ്ങൾക്ക് പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് കിട്ടുന്നൊരു ഫീൽ എന്നാണ്. അതേ രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായിരുന്നു പേഴ്സണലി ഒരു പ്രേക്ഷകനായിട്ട് സംവിധായകനായിട്ട് അത് ഫീൽ ചെയ്തത്? അല്ല, ഞാൻ ആ നന്ദി എല്ലായിടത്തും വളരെ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. ഞാൻ അവരെ വിളിക്കുന്ന പോലെയാണ്
ഞാനതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മമ്മൂക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നന്ദി കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടി എന്നല്ല, മമ്മൂക്ക എന്നാണ്, കമൽ സാർ എന്നാണ്, ഭരൻ സാർ. അപ്പം ഞാൻ ജോൺ പോൾ സാർ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണോ അവരെ അഭിസംബോധന ചെയ്യുന്നത് അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ പേഴ്സണലായിട്ടുള്ള ഒരു നന്ദി കുറച്ചാണ്. കാരണം ഇവരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആ സിനിമയിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമ സംഭവിക്കില്ല. അപ്പം അതുകൊണ്ട് വളരെ പേഴ്സണലായിട്ടുള്ള നന്ദി കുറച്ചിട്ടാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് തുടക്കത്തിനേക്കാളും അവസാനമാണ് അത് പറയേണ്ടത് എന്നുള്ളതും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ശരിക്കും ഇത് പറഞ്ഞ് ഇത്രയും ഭരത് സാറിനെ കുറിച്ച് പറഞ്ഞു, കമൽ സാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയേണ്ട ഒരു പേര് കൂടിയാണ് ജോൺ പോൾ സാർ അല്ലെ. ആ പേര് പറയാതെ പൂർണ്ണമാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു കാതോട് കാതോടത്തിൻ്റെ. ഈ സിനിമയിലോട്ട് വരുമ്പോൾ പോലും ശരിക്കും ഈ കഥാന്വേഷണത്തിൽ ഭയങ്കരമായിട്ടുള്ള ടേണിംഗ് പോയിന്റ് നിൽക്കുന്നത് സഫാരി ചാനൽ ഈ പ്രോഗ്രാമാണ്. പക്ഷേ ഈ പ്രോഗ്രാമിലൂടെ തന്നെ അത് കണക്ട് ചെയ്ത് പോകുന്നു. കാരണം അത് സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചൊരു പ്രോഗ്രാം അല്ല, അത് റിയലായിട്ട് നടന്നൊരു കാര്യമാണ്. കുറേ എപ്പിസോഡുകൾ വിജയിച്ചൊരു ഇതാണ്. അതിലേക്ക് ശരിക്കും ഈ സാങ്കേതികവിദ്യ കൊണ്ടുവന്ന് ചെയ്യാന്നുള്ള തീരുമാനം ഇത് തുടക്കത്തിലുണ്ടായിരുന്നോ? അല്ല, ജോൺ പോൾ സാറ് ഇതിൽ ഇപ്പം നമ്മൾ ജഗദീഷ് ഏട്ടനും കമൽ സാറൊക്കെ വരുന്ന പോലെ ജോൺ പോൾ സാറ് വന്ന് ഫിസിക്കലി വന്ന് ഒരു കുറച്ചധികം വേറെ രീതിയിലുള്ള കുറച്ച് കണ്ടന്റ്സ് പറയുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യത്തെ ഞങ്ങളുടെ പ്ലാൻ. അത് ജോൺ പോൾ സാറായിട്ട് ജോൺ പോൾ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അധ്യാപകനാണ് ജോൺ പോൾ സാറ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഒരു കോട്ടയത്ത് ഒരു ആയുർവേദ കോളേജിൽ ചികിത്സ നടക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ ചികിത്സ നടക്കുന്ന സമയത്ത് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 5-6 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി എല്ലാവിധ സപ്പോർട്ടും ചെയ്യാമെന്നുള്ളത് പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞ ശേഷം പിന്നീട് ഫോൺ വഴി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. ശരിക്കും നമുക്കതൊരു സ്റ്റക്കായിട്ടുണ്ട്. നമ്മളൊരു കഥ മുന്നോട്ട് പോകുന്നതിൽ ജോൺ പോൾ സാർക്ക് നിർണായകമായിട്ട് പങ്കുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ള ചിന്തയിൽ നിന്ന് വളരെ കുറച്ചധികം കാലം ചിന്തിച്ച ശേഷമാണ് ഈ പറയുന്ന സഫാരി ചാനലിൻ്റെ പ്രോഗ്രാമിലേക്ക് പോകുന്നത് എന്നുള്ളത്. ശരിക്കും കഥ പറച്ചിലിൻ്റെ കേസ് പറയുമ്പോൾ തന്നെ ഈ ആസിഫിൽ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചൊരു വേഷമാണ്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശരിക്കും ഈ മമ്മൂട്ടി ചേട്ടൻ എന്താ പറയുക ഹിറ്റായതിൽ എവിടേക്ക് മുങ്ങിപ്പോയോ മാസ്കായി പോയോ അങ്ങനെ ഫീൽ ഇല്ല. അതൊരു ആസിഫ് അലി സിനിമ തന്നെയല്ല. നമ്മൾ അതിനങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇതൊന്നുമില്ല. ഇല്ല, ശരിക്കും അത്തരത്തിൽ എപ്പോഴെങ്കിലും കഥ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതെപ്പോഴെങ്കിലും അങ്ങനെ ആസിഫ് എന്ന് പറയുന്ന നടനെ നിങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ ചിന്തകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അത് പറയുന്ന അദ്ദേഹത്തിന് മാത്രം ഒരു സ്ഥലത്ത് ലീഡ് ചെയ്യും. ഇപ്പോൾ രേഖാചിത്രം എന്ന് പറയുന്ന പടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. നായികയുടെ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരുള്ള സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കില്ല എന്ന് പറയാമല്ലോ. അങ്ങനത്തെ അത്തരം ചിന്തകൾ ഒട്ടുമില്ലാത്തൊരു നടനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഒരു ആസിഫ് അലി സിനിമയാണ്. അത് അദ്ദേഹത്തിന് അതിന് കൃത്യമായിട്ടുള്ളതുണ്ട്, ഞങ്ങൾക്ക് അതിനെ കൃത്യമായി. ശരിക്കും ഈ തേച്ച് മിനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ പോലെ ഓരോ സിനിമയും കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ അല്ലെ ഈ സമാനതകളില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും യൂത്ത് സ്റ്റാർസിലല്ലേ. അപ്പോൾ ശരിക്കും ആ ഒരു പെർഫോമറെ ശരിക്കും പുറത്തെടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു. ആസിഫ് അലി എന്ന് പറയുന്ന നടന് ഈ സിനിമയിൽ അതിഭീകരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇപ്പം കെട്ടുളാൻ്റെ മാലാഖയിൽ അദ്ദേഹം കാഴ്ചവെച്ചത്, കിഷ്കിന്ദ കാണ്ഡത്തിൽ കാഴ്ചവെച്ചത്, അഡിയോസ് അമിഗോസ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തു. അത്രത്തോളമൊന്നും അദ്ദേഹത്തിന് ഇതിൽ പെർഫോമൻസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം എനിക്ക് വരും കാലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന സിനിമകൾ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് അറിയുന്ന ലൈനപ്പിൽ തന്നെ അത്തരം സിനിമകളുണ്ട്. അദ്ദേഹമായിട്ട് എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു നടനായിട്ട് മാറുന്നല്ല ഇപ്പോൾ ഓൾറെഡി ആണ്. പറയുന്ന പരാജയങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ടുള്ള വിമർശനങ്ങൾ കേട്ടിട്ടുള്ള വിമർശനങ്ങൾ ഭീകരമാണ്. പക്ഷേ പരാജയത്തിന്റെ സമയത്താണെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ചൊല്ലി ആർക്കും തർക്കം ഉണ്ടായിരുന്നില്ല. അത് എപ്പോഴും മികച്ചതായിരുന്നു. അത്രയും വിമർശനങ്ങൾ കേട്ടതുകൊണ്ട് കൂടിയാണ് ഇത്രയും എന്താ പറയുക അദ്ദേഹം ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്തായാലും അത്രയും അദ്ദേഹത്തിന് നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇതാവുന്നത്. അദ്ദേഹം പണ്ടോട്ടെ അഭിനയത്തിൽ ഒരു സ്ഥിരതയുള്ളൊരു നടനാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ യുവതാരങ്ങളുടെ സിനിമയെക്കുറിച്ച് ഭയങ്കരമായിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞൊരു വ്യക്തി കൂടിയായിരുന്നു DQ എന്നുള്ളത്. അപ്പോൾ ദുൽഖർ ഭയങ്കരമായിട്ട് അത് ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ച് എനിക്കത് അതിനുശേഷം അദ്ദേഹം ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര പേഴ്സണലാണത് സംഭവം. ഈ പറയുന്ന ഒരു മമ്മൂക്കയുടെ ഫാമിലി അവർ എല്ലാവരും ഒപ്പമാണ് സിനിമ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആ സിനിമ ഭയങ്കര വർക്കാവും എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പേഴ്സണൽ സന്തോഷമാണ്. ഈ പറയുന്ന നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ ഒരു അവർക്ക് ഭയങ്കരമായിട്ട് ആ സിനിമ വർക്കാവും എന്ന് പറയുന്നത്. വിജയമന്ത്രത്തിന്റെ ചേരുവകളിലൂടെ തന്നെ ഒരു DQ ജോഫിൻ ഡി ചാക്കോ സിനിമ പ്രതീക്ഷിക്കാമോ? ഒന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഈ പറയുന്ന അത്തരത്തിലുള്ള കഥകളുണ്ടോ മനസ്സിൽ? ഇല്ല, ഞാൻ അങ്ങനെ ഇപ്പൊന്നും. ഞാൻ അടുത്തൊരു 2-3 കഥകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാനല്ല, അതിപ്പോൾ
ഒന്ന് ബോബി സഞ്ജയ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കൾക്കൊപ്പം ഞാനൊരു കഥ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അഖിൽ പോൾ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് സംവിധായകനായിട്ടുള്ള അഖിൽ പോൾ 7th ഡേ ശേഷം സ്ക്രിപ്റ്റ് ചെയ്യുന്നൊരു സിനിമ ഞാൻ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ, അത് കഥകൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള രാമോസുനിൽ ഞങ്ങൾ വീണ്ടും ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒന്നും പ്രോപ്പറായിട്ടില്ല. ഓക്കെ. ഈ സിനിമയുടെ വിജയത്തിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ചോദിക്കാതെ വയ്യ. കാരണം എത്രത്തോളം സാധാരണ സിനിമ സ്വപ്നം കാണുന്ന സാധാരണക്കാരായിട്ടുള്ളതുണ്ട്. ചെറിയ വേഷങ്ങളായിരിക്കാം, പക്ഷേ തിയേറ്ററിലെ ഫാമിലിയോട് കൂടി വന്ന് ഇത് കാണുക, ഞാനുണ്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട് എന്നുള്ളത്. എപ്പോഴും നമ്മൾ പറയും സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പോലും ഇത് തിരശ്ശീലയിൽ വരുന്നവരെ നമുക്കൊരു ഉറപ്പുമില്ല, ഇതെപ്പോൾ വേണമെങ്കിലും എഡിറ്റിലോ കട്ടിലോ പോകാന്നുള്ളത്. സിനിമ വിജയത്തിനൊപ്പം തന്നെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ചേച്ചിയുടെ ശരിക്കും വീഡിയോ എന്നുള്ളത്. പക്ഷേ അതിൽ ഏറ്റവും സന്തോഷം നൽകിയൊരു കാര്യം ആ വിഷ്വൽ ഇട്ടു എന്നുള്ളതാണ്. ശരിക്കും എങ്ങനെ പ്രേരിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എത്രയോ സിനിമകളിൽ എത്രയോ വേഷങ്ങൾ ചെയ്തവരെ പോയിട്ടുണ്ട്, മെയിൻ താരങ്ങളുടെ വരെ പോയിട്ടുണ്ട്. അതെന്താ ശരിക്കും അതെന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇനിയും ഇഷ്ടംപോലെ സംഭവിക്കും. സിനിമകളിൽ അങ്ങനെയാണത്. അതൊരിക്കലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് എടുത്തെല്ലാം നമുക്ക് സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ കട്ടായി പോകും. പക്ഷേ എനിക്ക് ചെറിയൊരു പറ്റിയൊരു മിസ്റ്റേക്ക്, അത് എനിക്ക് പേഴ്സണലി തോന്നുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ് ചെയ്തവർ നമ്മൾ ഇവരെ വിളിച്ച് നമ്മൾ ഡബ് ചെയ്യിപ്പിച്ചു. ഡബ് ചെയ്തതിന് ശേഷം കട്ടായി പോകുമ്പോൾ നമ്മൾ അവരെ അറിയിക്കുക എന്ന് പറയുന്നൊരു ഒരു ഇതുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അത് എപ്പോഴും നടക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് രേഖാചിത്രം പോലൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. അന്ന് ആ ചേച്ചിയുടെ റിയാക്ഷൻ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് തോന്നി. അതൊരു തെറ്റ് പറ്റി എന്ന് പറയുന്ന ഫീൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വന്നു. അതേ ഫീൽ ആസിക്കയ്ക്ക് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ വേഷത്തേക്ക് ഒരു പക്ഷേ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അല്ലേ കട്ടായി പോയ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. അത് ഈ പറയുന്ന അത്തരത്തിലൊരു ശ്രദ്ധ കൊടുത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് ആൾക്കാരത്ത് പറഞ്ഞു കേട്ടോ, 1-2 ആൾക്കാരത്ത് ഒരുപാട് സീൻസ് ഈ സിനിമയിൽ കട്ടായി പോയിട്ടില്ല. പക്ഷെ ഒരു ചെറിയ സീനിലൊക്കെ അഭിനയിച്ച ഇപ്പോൾ നമ്മുടെ ഈ പ്രേം പ്രകാശ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബോബി സഞ്ജയുടെ ഫാദറായിട്ടുള്ള അദ്ദേഹം ഒരു ചെറിയ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സീൻ കട്ടായി പോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം എന്താ പറയുക, നമ്മൾ അത് എനിക്ക് ബോബി സഞ്ജയ് ആയിട്ടുള്ളൊരു അടുപ്പം കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് അത് പറ്റുകയും ചെയ്യും. പക്ഷെ ഞാൻ ഈ ചേച്ചിയുടെ കാര്യത്തിൽ അത്തരം ഇതിൽ പോയി എന്ന് പറയുന്ന സംഭവം ഉണ്ടായി. ഞാൻ പറയണമായിരുന്നു എന്ന് തോന്നുന്നു. ഒരു തുടക്കക്കാരനായിട്ട് ഒരു സിനിമ പോലും ചെയ്യാതെ മമ്മൂക്ക പോലെ ഒരു നടനെ മെസ്സേജ് ചെയ്യാനുള്ള കിട്ടിയൊരു ധൈര്യമുണ്ട്. അതേ സ്ഥാനത്ത് ഇപ്പോൾ ജോഫിൻ ഡി ചാക്കോ എന്ന സംവിധായകൻ നിൽക്കുകയാണ്. സിനിമ മോഹം കാണുന്ന AD ആയിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അഭിനയമോഹിതരായുള്ളവരും കുറേ പേര് ഇപ്പോൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കേണ്ടായിരിക്കും. അന്നത്തെ മമ്മൂക്കയെ പോലെ ഈ പ്രതികരണങ്ങൾക്ക് മറുപടി കൊടുക്കാറുണ്ടോ? എല്ലാത്തിനും കൊടുക്കാറുണ്ട്. ഞാൻ മാക്സിമം കാണുന്ന എല്ലാത്തിനും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇതിനു മുമ്പ് വന്നുകൊണ്ടിരുന്ന ആളല്ല. അപ്പോൾ ഈ പറയുന്ന റിലീസിന് ശേഷം 9-ാം തീയതി ശേഷം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ മാക്സിമം കോൾസ് എടുക്കാനും ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഈ പറയുന്ന എന്നെ ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ വിളിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം കേൾക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് മാക്സിമം കോളുകൾ എടുക്കാൻ നോക്കിയും എനിക്ക് എടുക്കാൻ പറ്റാത്തത് മാക്സിമം തിരിച്ചു വിളിക്കാൻ. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കുറേ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കോൾ വന്നിട്ടില്ല. അപ്പോൾ അത്രയും കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എടുക്കാൻ പറ്റുന്നതിന് മാക്സിമം എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മിസ്സായി പോയിട്ടുള്ളതാണ് എൻ്റെ തോന്നൽ. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മാക്സിമം ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനൊക്കെ കുറച്ച് പേർക്ക് കുറേ മിസ്സായി പോകുന്നുണ്ടെങ്കിൽ പോലും മാക്സിമം ശ്രമിക്കാറുണ്ട്. ഈ വ്യത്യസ്തത കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രമേയം വന്ന 2 ചിത്രങ്ങളും എനിക്കൊന്നൊരു പരീക്ഷണാടിസ്ഥാനം ഉണ്ടായിരുന്നു. വലിയ വിജയം കണ്ടെത്തുകയും ചെയ്തു. മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോഫിൻ ഡി ചാക്കോ എന്നൊരു സംവിധായകൻ ശരിക്കും രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ ശരിക്കും എന്താ? അങ്ങനെ ഡയറക്ടറിൽ അത് എനിക്ക് പറഞ്ഞ ഞാനിപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിതത്തിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാനൊരു ആവറേജായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു എപ്പോഴും. അതായത് പഠിക്കുന്ന സമയത്ത് ഒരു ആവറേജായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അത് സ്കൂളിലാണെങ്കിൽ ശരി, ഇപ്പോൾ സൺഡേ സ്കൂളിലാണെങ്കിൽ പോലും എവിടെയാണെങ്കിലും ഞാൻ ഒരു ആവറേജ് എന്ന് പറയുന്ന സമയത്ത് നിൽക്കുക. ഞാനിപ്പോൾ എൻ്റെ ആദ്യ സിനിമ ചെയ്തപ്പോഴാണെങ്കിലും ഇപ്പോൾ അതൊരു ആവറേജ് ഹിറ്റായി അല്ലെങ്കിൽ പിന്നീട് അതിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന ശേഷം ഓൺലൈൻ വന്ന ശേഷം ഒരു ആവറേജ് ഹിറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ ആവറേജിൻ്റെ ഗുണങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഭയങ്കരമായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോൾ, ഞാൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ടൊരു ഫംഗ്ഷന് പോകുന്നു. ആ ഫംഗ്ഷന് പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഭയങ്കര ഭീകരമാണ്. ഈ പറയുന്ന ഇത്രയും കാലം കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെ എന്നെ വല്ലാത്ത രീതിയിൽ അഭിനന്ദിക്കുന്നു, പരിപാടി സംഭവം ചെയ്യുന്നു. ആ മാറ്റം എനിക്ക് ഭയങ്കര പ്രകടമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പറയുന്ന അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത്
ഈ ഒരു ഭാരം ചുമക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഈ സിനിമയുടെ ഒരു തരത്തിലുള്ള എന്നെ ഇപ്പോൾ മറ്റേ പ്രീസ്റ്റ് ചെയ്ത സംവിധായകൻ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല, രേഖാചിത്രത്തിന് അത്തരത്തിലുള്ള ഭാരം ഉണ്ടായിരുന്നില്ല. ആൾക്കാർ വളരെ ഇതായിട്ട് കണ്ട ഒരു സിനിമയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു തരത്തിലാണ്. അത് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ വലിയ ഘടകമായിരുന്നത്. അത് ഈ പറയുന്ന സിനിമയുടെ കഥ ഈ പറയുന്ന പോലെ കുറേ ആൾക്ക്, അതായത് ഇപ്പോൾ ജോഫിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ ആ സിനിമയെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വളരെ ജെനുവിൻലി പറഞ്ഞാൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം അടുത്ത സിനിമ വരുന്ന സമയത്തും എനിക്ക് രേഖാചിത്രത്തിൻ്റെ ഒരു ഭാരം ചുമക്കാൻ താല്പര്യമില്ല. ഞാൻ വളരെ ഇപ്പോൾ രേഖാചിത്രം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചിന്തിച്ചത് അതുപോലെ ചിന്തിച്ച് അടുത്ത സിനിമ ചെയ്യാനേ പ്ലാനുള്ളൂ. ഇപ്പോൾ രേഖാചിത്രത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രഷ് ആയിട്ടൊരു ഭയങ്കര പുതുമയുള്ളൊരു ഐഡിയ ആണ്. അത് എപ്പോഴും കിട്ടും എന്നില്ല. അത് പുതുമ തേടി പോവാനോ അല്ലെങ്കിൽ ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനവും ഇല്ല. എനിക്ക് കുറച്ചും കൂടി തിയേറ്ററിക്കലിൽ വർക്കാവും, തിയേറ്ററിൽ സിനിമ ഹിറ്റാവും എന്ന് തോന്നുന്ന, എനിക്ക് പേഴ്സണലി കോൺഫിഡൻസ് വരുന്ന കഥകൾ ഈ പറയുന്ന ഒരു ഭാരവും ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്രേക്ഷകന്റെ മുൻവിധിയോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയല്ലോ ശരിക്കും. അപ്പൊ അത്തരത്തിലൊരു പരാജയത്തിന്റെ പേടി ഉണ്ടോ? പരാജയം സംഭവിക്കും എന്നുള്ള പേടി ഒട്ടും ഉണ്ടാക്കാറുണ്ടോ? ഒട്ടും പേടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ആവറേജ് ആയിട്ട് എല്ലാ സമയത്തും ജീവിച്ചിട്ടുള്ള ഒരു ആവറേജിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴും നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള പരാജയങ്ങളും ഉണ്ടായിട്ടില്ല, ഭയങ്കരമായിട്ടുള്ള വിജയങ്ങളും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇന്നലെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അത്തരത്തിലൊരു ഒരു അംഗീകാരം കിട്ടുന്നത്. അതെന്നെ സംബന്ധിച്ച് സന്തോഷമാണോ ഈ പറയുന്ന ഭാരമാണോ തോന്നിയത് എനിക്കറിയില്ല. ഈ പറയുന്ന ഒരു ഭയങ്കര വല്ലാത്തൊരു ഫീലിങ്ങിലേക്ക് ഞാൻ ഇന്നലെ ആ പരിപാടി പോയപ്പോൾ പോയി. അതിനുശേഷം ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയോട് പറയായിരുന്നു, ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത്. ഇത് അതിനെ മനസ്സിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറയുന്ന നേരത്തെ എങ്ങനെയാണോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കഥകൾ തന്നെ മുന്നോട്ട് പോവുക. ഈ സിനിമയുടെ റിലീസിന് മുമ്പ് എന്താണോ കഥകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം എൻ്റെ എന്നെ അങ്ങനെ പ്രതീക്ഷിക്കും വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.